ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് അല്പം കറിവേപ്പ് ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ 2 തക്കാളി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് പരിപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന പരിപ്പ് എടുക്കാം, തോരപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത്, ചെറുപയർ പരിപ്പ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ചുവന്ന പരിപ്പാണ്. അപ്പൊ അത് നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിലടിച്ച് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ അതിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയക്കുറവുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. അപ്പം വലിയ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു കുഞ്ഞു വീഡിയോ നാളെ കാണാം.